എൻ്റെ പേര് സുമിത്ര. നിങ്ങൾക്ക് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞതിനെക്കാട്ടിയും ഏജ് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കുട്ടിക്കാലം മുതലേ എനിക്കുണ്ടായിരുന്ന ഒരു ആംബിഷൻ ആയിരുന്നു ഒരു PG എടുക്കുക എന്നുള്ളതും ജോലി ചെയ്യുക എന്നുള്ളതും ഒക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആ ഒരു തലമുറ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് 19 വയസ്സിന് മുമ്പൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ശീലമായിരുന്നു. അത് കാരണം 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറെയാണ്. അപ്പം ഗവൺമെന്റ് സർവീസിലായിരുന്നു. എല്ലാ 3 വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫേഴ്സും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഈ നേരത്തെ ആൾക്കാർ പറയും പോലെ പ്രസവവും പിള്ളേരെ നോക്കുന്നതും ഈ ട്രാൻസ്ഫേഴ്സും എല്ലാം കൂടി ആയിട്ട് പഠിത്തം ഒന്ന് മാറ്റിവെച്ചു. എന്നാൽ പോലും ഞാനൊന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ MA രജിസ്റ്റർ ചെയ്തതാണ്. ആക്ച്വലി ഒരു 1-2 പേപ്പർ എഴുതി, പിന്നെ എഴുതാനൊന്നും പറ്റിയില്ല. അതങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ ഇത് സ്ഥിരമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല, സ്വപ്നത്തിൽ പോലും ഞാൻ പരീക്ഷ എഴുതാൻ ചെന്നിരിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. അത്രയും വലിയൊരു എന്താ പറയാ, നമ്മളെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ അകത്ത് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അതിപ്പോ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് ഇത്രയും ഈ ഒരു വയസ്സിലും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു ഹാപ്പിനെസ് എൻ്റെ മനസ്സിലുണ്ട്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോം എന്നെ സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പഠിത്തങ്ങളൊക്കെ വിട്ടിട്ട് നമ്മള് എന്താ പറയാ, ഇപ്പം തന്നെ പഴയ രീതിയിലുള്ള പഠിത്തവും ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു അപ്രോച്ച്, സ്റ്റഡി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ എൻ്റെ മെന്ററായിട്ട് ഈ കഴിഞ്ഞ 2 വർഷവും ഇരുന്ന അക്ഷര മാം ആണ്. അക്ഷര മാം എന്ന് ഞാൻ വിളിക്കണമെങ്കിലും എൻ്റെ കൊച്ചുമോളുടെ പ്രായമേ ശരിക്കും വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരു സംസാരവും അതുപോലെ തന്നെ നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും വിളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡൗൺ ആയോ എന്ന് ചോദിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അതൊന്നും കുഴപ്പമില്ല, മുന്നോട്ട് പൊക്കോ, അതൊക്കെ അവിടെ കിടക്കും, നമ്മളുടെ കാര്യം നമുക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നതും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പുള്ളിക്കാരിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഫോണിൽ കൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഡീപ്പ്, എന്തോ പറയാ, ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് പറയാതിരിക്കാൻ നിവർത്തി. ഇപ്പോഴും ശരിക്കും ഏറ്റവും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അക്ഷര മാമിന്റെ അടുത്ത് ഇതിപ്പം വിട്ടു പോകുമ്പോ നമുക്ക് പിന്നീടുള്ള കോണ്ടാക്ട്സ് കുറവായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാ ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും ഒരു ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു പരസ്യമാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ അകത്ത് ഇന്നിപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും ഡെഫിനറ്റ്ലി നിങ്ങൾ ആരും ഒരിക്കലും ഒരു ബാഡ് ഡിസിഷൻ അല്ല, ഇറ്റ്സ് എ വെരി വൈസ് ഡിസിഷൻ നിങ്ങളൊരു ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഈ സഹായിക്കാനുള്ള ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് നമ്മൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് മാർക്സോടുകൂടി പാസ്സാവാനും നമ്മളുടെ ഏത് രീതിയിലും നമ്മളെ സഹായിക്കാനും ഇവരെല്ലാവരും മുന്നിലുണ്ടാവും. അത് നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നെ ഇത്രയും മാത്രം സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പുതിയ തലമുറകളെ തീർച്ചയായിട്ടും എന്തുമാത്രം അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. ഇപ്പോ എനിക്ക് എല്ലാവരും പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഓരോ ക്ലാസ്സസും, ഞാനൊരു പുതിയ സബ്ജക്റ്റ് ആണ്, MA സൈക്കോളജി ആയിരുന്നു. അതിന്റെ വേർഡ്സ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ വേണ്ടി കുറെ പാട് ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സിന്റെ ആ ദിവസമുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ
നമ്മളുടെ ഇതിന്റെ അകത്ത് ലേൺ വൈസിലെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ഈ PYQ അതും എല്ലാം ടോട്ടലി നമ്മളെ എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇനിയും പഠിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് എല്ലാവരും കഴിയുന്നതും നമുക്ക് പരിചയമുള്ളവരെയൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും നല്ല എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ച ഒരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എ ബിഗ് താങ്ക്സ്, എക്സ്പെഷ്യലി ടു മൈ മെന്റർ. എനിക്ക് മെന്ററെ പറ്റി പറയുമ്പോ ഞാൻ കുറച്ചൊരു ഇതാവുന്നുണ്ട്. പക്ഷെ ഐ എം റിയലി ഹാപ്പി. ഇനി വരുന്ന ജനറേഷനും നാച്ചുറലി നിങ്ങളും ഇതിൽ ഒരിക്കലും ഒരു പിന്നോക്കം വരുത്തണ്ട. ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പൊ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ഫീൽ എനിക്ക് ചിലപ്പം കിട്ടാറുണ്ടായിരുന്നു. ബിക്കോസ് ഇവരുടെ ഓരോ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഓൺലൈൻ വഴി ആണെങ്കിൽ പോലും വി ഫെൽറ്റ് ദാറ്റ് ഞാൻ തിരിച്ചു വീണ്ടും കോളേജ് ലൈഫിലേക്ക് പോയ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാനും ഈ പറയും പോലെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടാണ് ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടത്. Okay, thank you very much.